കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ സംഘർഷം. KSU-SFI പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. സംവരണ സീറ്റിലേക്കുള്ള വോട്ടെണ്ണൽ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് SFI പ്രവർത്തകർ ആരോപിച്ചു. ആരോപണം KSU നിഷേധിച്ചു. 15 ബാലറ്റ് പേപ്പറുകൾ കാണാനില്ലെന്നും ബാലറ്റ് പേപ്പറുകൾ KSU മോഷ്ടിച്ചെന്നും SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷു ആരോപിച്ചു. സെനറ്റ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവറും ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നമ്മോടൊപ്പം ചെയ്യുന്നു. ഹരികൃഷ്ണൻ, ഈ സംഘർഷത്തിന് അയവ് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയെന്നുകൂടി മനസ്സിലാക്കുന്നു. ഈ സംഘർഷത്തിലേക്ക് നയിച്ചത് സംവരണ സീറ്റിലെ KSUയുടെ ജയം, അത് ബാലറ്റ് പൊക്കിക്കൊണ്ടാണെന്ന ആരോപണം, അതിന് പിന്നാലെയുണ്ടായ സംഘർഷം, ഇതൊക്കെ തന്നെയായിരുന്നു ഇതിന്റെ കാരണങ്ങൾ. ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ? തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തുമോ? വിവരങ്ങൾ. സുഹേൽ, ഈ സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ സെനറ്റ് തെരഞ്ഞെടുപ്പ് അത് റദ്ദാക്കിയിട്ടുണ്ട് എന്ന് സർവകലാശാല രജിസ്ട്രാർ അടക്കം അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർ നടപടികൾ അതിനുശേഷമായിരിക്കും അറിയിക്കുക എന്നുള്ളതാണ്. ഇന്ന് എന്തായാലും ഇന്ന് വൈകുന്നേരം മുതൽ ഏതാണ്ട് 7:30 മുതലാണ് ഈ സംഘർഷ സാഹചര്യം ഇവിടെ ഉടലെടുത്തത് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ KSU-SFI പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ചു എന്നുള്ളതാണ്. ആദ്യമായി ഈ സെനറ്റിലും അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് കൗൺസിലുമുള്ള 2 സീറ്റുകളിലേക്ക് ഇത്തരത്തിൽ KSU വിജയിക്കുന്നു. ആ വിജയം SFI അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ SFI അത് അട്ടിമറിയാണെന്ന് ആരോപിക്കുന്നു. ഈ അട്ടിമറി എന്ന് പറയുന്നത് രജിസ്ട്രാറുടെ കൂടെ അറിവോടുകൂടിയാണ് അത്തരത്തിലൊരു അട്ടിമറി വിജയം KSU നേടിയെന്ന് ആരോപിക്കുന്നു. അത് KSU നിഷേധിക്കുകയും ചെയ്യുന്നു. അത് അങ്ങനെയല്ല എന്നുള്ളത് ഈ SFI അതിക്രമം അഴിച്ചു വിടുകയാണ്, ഇത്തരത്തിൽ വിജയം അംഗീകരിക്കാതെ എന്ന് പറഞ്ഞ് അവർ ആരോപിക്കുന്നു. അത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഈ ബാലറ്റ് പേപ്പറുകൾ കാണാനില്ല എന്നൊരു വിവരം അതിനിടയിലാണ് പുറത്തു വരുന്നത്. ഈ ബാലറ്റ് പേപ്പറുകൾ കാണാനില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഏതാണ്ട് 15ഓളം ബാലറ്റ് പേപ്പറുകൾ കാണാനില്ലായിരുന്നു. അത് KSU മോഷ്ടിച്ചെടുത്ത് അല്ലെങ്കിൽ വലിച്ചു കീറിയതാണ് എന്ന് അവർ ആരോപിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ SFI അതിക്രമം അഴിച്ചുവിട്ടതിന്റെ ഭാഗമായി ഈ ബാലറ്റ് പേപ്പറുകൾ വലിച്ചു കീറിയിട്ടതാണ് എന്ന് തിരിച്ചും ആരോപിക്കുന്നു. അത്തരത്തിലാണ് ഈ സംഘർഷ സാഹചര്യം ഉടലെടുത്തത്. ബാലറ്റ് പേപ്പർ മോഷ്ടിച്ചെന്നും ബാലറ്റ് പേപ്പർ കീറിക്കളഞ്ഞെന്നും ഇരുവിഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നു. എന്ത് തന്നെയായാലും തെരഞ്ഞെടുപ്പ് തൽക്കാലം റദ്ദാക്കിയിരിക്കുന്നു. ഒരു തുടർ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ, കോടതിയിലേക്ക് പോകുമോ, കണ്ടറിയാം. ഹരികൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.